നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിജയദശമി ദിനമായിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടികളെന്നൊന്ന് നോക്കിയാലോ. നേട്ടം വീട്ടിലായിരുന്നു. അവിടെ നിന്ന് രാവിലെ നേരെ പേയാട് കുണ്ടമൻകടവുള്ള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ വേദയുടെ ടെക്സ്റ്റും നോട്ട്സും ചിലങ്കയും തട്ടോ ഒക്കെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂജ എടുക്കണ്ടേ. ഞാൻ എന്താ ഇപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര ഹൈ വോളിയത്തിൽ പാട്ടിട്ടിട്ടുണ്ട്. പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനത്തെ ഒന്ന് ഘടിപ്പിച്ച് പറഞ്ഞതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. പൂജ എടുക്കുന്നത് 9 മണിക്കാന്ന് പറഞ്ഞു കേട്ടോ. 9 മണിയാകുമ്പോൾ വേദയുടെ ഡാൻസ് ക്ലാസ്സിലും പൂജ എടുപ്പും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും അങ്ങനെയാണ്. അല്ലെങ്കിൽ തട്ടവും ചിലങ്കയൊക്കെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അങ്ങ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ സാറ് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പൂജ വെച്ചിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാലും മതി എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ കൊടുത്തേക്കാം, അമ്പലത്തിൽ തന്നെ കൊടുത്തേക്കാമെന്ന് കരുതിയിട്ടാണ് ടെക്സ്റ്റും നോട്ടും ചിലങ്കയും തട്ടവും കൂടി ഇവിടെ അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുത്തത്. പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം 9 മണി കഴിയും പൂജ എടുത്ത് 9:30 മണിയാവും. ഒരു കുട്ടിയെങ്കിലും എഴുത്തിനിരുത്തിയിട്ടേ അവർ പൂജ കൊടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയൊക്കെ ബഹളം വെച്ചു. പൂജ എടുക്കൽ പരിപാടി കഴിഞ്ഞല്ലോ, കുട്ടി എഴുത്തിനിരുത്തുന്നത് പതിയെ ഇനി ലേറ്റ് ആവും. അങ്ങനെ ബഹളമൊക്കെ വെച്ചപ്പോൾ അവർ പിന്നെ ടെക്സ്റ്റും എല്ലാവർക്കും പൂജ എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി കേട്ടോ. വേദ ഡാൻസ് കളിച്ച അമ്പലമാണിത്. എല്ലാ വർഷവും ഇവിടുത്തെ ചടങ്ങുകളും രീതികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് ലേറ്റ് ആവും, അതാണൊരു മെയിൻ പ്രോബ്ലം. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ വീണ്ടും അവിടെ 9 മണിയാകുമ്പോൾ തുടങ്ങും. നമ്മളവിടുന്ന് പൂജയെല്ലാം എടുത്ത് ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാം കഴിയും കേട്ടോ. അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ചിലങ്കയും തട്ടോ ഒക്കെ അവിടെ ഡാൻസ് ക്ലാസ്സിലാണ് വച്ചെങ്കിലും ടെക്സ്റ്റ് നോട്ടും ഒക്കെ നമ്മൾ അമ്പലത്തിലല്ലേ കൊടുത്തിരിക്കുന്നത്. അത് കിട്ടാൻ വീണ്ടും ലേറ്റ് ആവില്ല. അത് വാങ്ങിച്ചിട്ടില്ലേ നമുക്ക് എങ്ങനെ പോയാലും ഡാൻസ് ക്ലാസ്സിന് പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആദ്യം തന്നെ ഞാൻ നമ്മുടെ റെസിപ്റ്റ് കൊടുത്തു. നമ്മുടെ ടെക്സ്റ്റും സാധനങ്ങളും ഒക്കെ അപ്പോൾ തന്നെ കിട്ടിയായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കുഞ്ഞു മക്കളൊക്കെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി. വേദ നെട്ടയത്ത് നിന്ന് വന്നപ്പോൾ വേറെ നല്ല ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നെട്ടയത്ത് കുഞ്ഞു ഡ്രസ്സുകളെല്ലാം ആയിരുന്നു. അത് ഇട്ടിട്ടാണ് അമ്പലത്തിൽ വന്നത്. അപ്പം ഡാൻസിന് പോകുമ്പോൾ ചുരിദാറാണ് അവൾ ഇടാറ്. അപ്പോൾ ചുരിദാർ ഇടണമെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറി. അതുപോലെ തന്നെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഒക്കെ ട്യൂഷൻ 2 ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷനാക്കണം. അങ്ങനെ ഇന്ന് മുതൽ വീണ്ടും വേദം ഫുൾ ബിസി ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി ടെക്സ്റ്റ് എടുത്തു. നാളത്തെ ടൈം ടേബിളും യൂണിഫോമും ഒക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഒന്ന് നമ്മൾ നേരെ വീണ്ടും നെട്ടയത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂജ വെച്ച് കഴിയുമ്പോൾ എല്ലായിടത്തും കൊടുക്കുന്ന പോലെ പൊങ്കാല പ്രസാദവും കടല വേവിച്ചതും പിന്നെ ഒരു ഗ്ലാസ് പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാനിതൊന്നും വാങ്ങിയില്ല, അതിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതി. എല്ലാം ഭയങ്കര ചൂട് പിടിക്കാനും പറ്റുന്നില്ല കേട്ടോ. ഇതെല്ലാം വാങ്ങിച്ചു കുറച്ചങ്ങോട്ട് ചെന്ന് മാറി നിന്ന് പെട്ടെന്ന് കുടിച്ചിട്ട് ആ പ്രസാദം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയേ. വൈകിട്ട് വീണ്ടും എന്തിനാണ് നെട്ടയത്ത് പോകുന്നതെന്ന് ചോദിച്ചാൽ നെട്ടയത്ത് അവിടെ ഭൂമാദേവി ക്ഷേത്രം ഉണ്ട് കേട്ടോ. എല്ലാ വർഷവും അവിടെ ഈ വിജയദശമി ദിവസം ഉത്സവവും എഴുന്നള്ളിപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് പൂജ വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് ടൈം ടേബിളെല്ലാം നോക്കി ബാഗിൽ വെച്ചു. ട്യൂഷന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. യൂണിഫോം, ഷൂസ്, എല്ലാ സാധനങ്ങളും വേണ്ടതെല്ലാം എടുത്ത് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്യാണ്. ഇനി തിരിച്ചിങ്ങോട്ട് വരില്ല. ഇവിടെ നിന്ന് നേരെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നേരെ ട്യൂഷൻ, അവിടെ നിന്ന് അടുത്ത ട്യൂഷൻ, 2 ട്യൂഷനാട്ടോ. ട്യൂഷൻ അത് കഴിഞ്ഞ് നേരെ നെട്ടയം വീട്. അത് കഴിഞ്ഞ് നാളെ രാവിലെ വേറെ സ്കൂളിൽ വിട്ടിട്ടേ ഞാൻ പിന്നെ തിരുമല വീട്ടിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 9:30 മണിയായ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോഴെല്ലാവരും കൂടി ബഹളം വെച്ചതുകൊണ്ട് ടെക്സ്റ്റ് നോട്ടൊക്കെ ആ സമയത്തെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അപ്പോഴും കിട്ടില്ല. വേദ ഡാൻസ് കളിച്ച അമ്പലം കേട്ടോ. അത് ആ അമ്പലത്തിൽ തന്നെയാണ് പൂജ വയ്ക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ 9:30 മണി ആവുമായിരുന്നു പൂജ എടുത്ത് ടെക്സ്റ്റ് നോട്ടൊക്കെ കിട്ടാൻ. പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെച്ച് നേരെ ഡാൻസ് ക്ലാസ്സിന് പോയി. ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോൾ പറഞ്ഞ പോലെ അവിടെ എല്ലാം കഴിഞ്ഞു എന്നല്ല, അവിടെ അന്നത്തെ ദിവസം ഫുള്ള് സാറുണ്ടാവും. പക്ഷേ ആളും ബഹളവും കുട്ടികളും ഒക്കെ രാവിലെ 9 മണിയായപ്പോൾ നമ്മളൊരു 10:15 എത്തിയപ്പോൾ റോഡ് ഫുൾ ബ്ലോക്ക്. നമ്മൾ ഈ പൂജപ്പുര അടുത്താണ് കിടക്കുന്നത് കേട്ടോ. തിരുമല പൂജപ്പുര അടുത്താണ്. അപ്പോൾ പൂജപ്പുര വഴിയൊന്നും വണ്ടി വിടത്തില്ല. ഫുൾ കറങ്ങി ചുറ്റി പൂജപ്പുര വഴി എവിടെയൊക്കെ എങ്ങനെയൊക്കെ കയറാൻ പറ്റുമോ ആ റോഡ് ഫുൾ ബ്ലോക്കാട്ടോ. അപ്പോൾ ഈ ഫുൾ ചുറ്റി കറങ്ങിയ ബ്ലോക്കും ഒക്കെ താണ്ടി വന്നപ്പോഴേക്കും 10:15 10:30 മണി അടുപ്പിച്ചായി. അപ്പോഴേക്കും ഇവിടെ വന്ന കുട്ടികളെല്ലാം പോയിട്ട് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് പഠിക്കുന്ന കുറച്ച് പേരും പിന്നെ സാറിൻ്റെ പഴയ സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ വന്നും പോയി ഒക്കെ നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കുഞ്ഞു കുട്ടികളും
എല്ലാവരും പോയിട്ട് ഇപ്പോൾ ഇത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് വലിയ കാര്യമായിട്ട് ചോദിക്കുകയാണ്, അല്ല ഇപ്രാവശ്യം ആരും വന്നില്ലേ എന്ന്. അപ്പോൾ അവർ പറയും സമയം 10:30 എല്ലാവരും വന്നിട്ട് പോയിന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഓരോരുത്തർ സ്റ്റാറ്റസ് വേദയുടെ കൂടെ ഡാൻസിനുള്ള കുഞ്ഞു കുട്ടികളുടെയൊക്കെ അമ്മമാർ സ്റ്റാറ്റസ് ഇട്ടേക്കണം കണ്ടപ്പോൾ മനസ്സിലായോ നല്ല തിരക്കുണ്ട്. അവരൊക്കെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനിതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് തിരക്കുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ സാറ് ഇന്നേ ദിവസം അവരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഡാൻസുകളും പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്ന് വേണ്ട എല്ലാം പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ 10 മണിക്കൊക്കെ വന്നാൽ അല്ല രാവിലെ 9 മണിക്കൊക്കെ വന്നാൽ ഞാൻ മിക്കവാറും ഇവിടെ പൂജ കൊടുക്കുന്ന അവിടെ നിന്ന് പൂജ എടുക്കുന്ന സമയം നോക്കിയിട്ട് 9 മണിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ തുടങ്ങി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് പോവാറുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പതിയെ എല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ഇവിടെയും കിട്ടും കേട്ടോ കടലയൊക്കെ വേവിച്ച പ്രസാദം, പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് പോലത്തതൊക്കെ കിട്ടും കേട്ടോ. ഇതെല്ലാം വേദയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ്, അവളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇറങ്ങി വന്നത് പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഭയങ്കര ഗ്രാൻഡായിട്ട് കേട്ടോ വിജയദശമി ദിവസം ഒരുപാട് കുഞ്ഞു മക്കളെ പുതിയതായിട്ട് ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. തൊട്ട് ചേർന്ന് തന്നെ മ്യൂസിക് ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനും ഇതിനുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് കുട്ടികളെ കൊണ്ടുവരും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അപ്പുറത്തും പഠിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നിറയെ കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പോൾ എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്യാവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പതിയെ പോകുന്നതേ ഉള്ളൂ. ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഇവരുടെ പ്രോഗ്രാം മീൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ്, പ്രാക്ടീസ് എല്ലാം ഒന്ന് ചുവട് വെപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അവർ പഠിച്ചിട്ടുള്ള എല്ലാം സാറ് കളിപ്പിച്ചിട്ട് കഴിയുമ്പോഴേക്കും ഒന്ന് തൊഴുതൊക്കെ വിടും. അങ്ങനെ മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഭരതനാട്യവും എല്ലാം വേദ പഠിക്കുന്നുണ്ട്. അതെല്ലാം ഒന്നുകൂടെയൊക്കെ ഒന്ന് സാറ് ഓടിച്ച് നോക്കിയ ശേഷം ഡാൻസ് ക്ലാസ് കഴിഞ്ഞു. അവിടെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ട്യൂഷൻ വിളിച്ചപ്പോൾ 2 മണിക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. 12 മണിയായപ്പോൾ കഴിഞ്ഞു. ഞാൻ ആ 2 മണി പറഞ്ഞത് കേട്ടോ, കാരണം ഇവിടെ ഡാൻസ് ക്ലാസ് അപ്പോൾ കഴിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ 2 മണിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു 2 മണിക്ക് വന്നാൽ മതി, മിസ്സിന് 12 മണിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ വേദൊരു കുഞ്ഞു ദോശയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് പാവം തോന്നി കേട്ടോ, നന്നായിട്ട് സാർ എന്നിട്ട് പിഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അമൂലിൽ കയറി. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള വാങ്ങാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു സാൻഡ്വിച്ച് ഐസ്ക്രീം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ മോരിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു മോര് ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ എന്നാൽ പിന്നെ പറഞ്ഞാൽ അത് കുടിച്ചേക്കാന്ന് കരുതി. പക്ഷേ സത്യം പറയാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നോർത്ത് ഇന്ത്യൻ ബട്ടർ മിൽക്കാണ്. നോർത്തിൽ പോയ ശേഷം ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ്, ഒരു കടുകെണ്ണയുടെ ടേസ്റ്റ് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് ദേഷ്യം കേട്ടോ. സെയിം തന്നെ ആ ഒരു ബട്ടർ മിൽക്കിൽ ബട്ടർ മിൽക്കിൽ ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. അത് കുടിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. മോര് നല്ലതായിരുന്നു, എനിക്ക് ആ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ ആ നോർത്തിൽ പോയി ഒരുപാട് സാധനം ഏത് കഴിച്ചാലും അതിലൊരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ജീരകം മുന്നിട്ട് നിൽക്കുന്ന കറികളോ സാധനങ്ങളോ ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് വല്ലാതെ വരും. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ സംഭവം മോര് നല്ല ഇതായിരുന്നു. ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കും വേദയ്ക്ക് ഇഷ്ടമായില്ല. എനിക്കും വേദയ്ക്കുമല്ല, എനിക്കിഷ്ടമായില്ല. വേദ ഐസ്ക്രീം ആട്ടോ കഴിച്ചത്. എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് ഇവിടെ നിന്ന് കഴിക്കാൻ നേരി ചക്കയും മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ. ചക്ക ഈ സീസണിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ കിട്ടുന്ന ചക്ക എല്ലാം ഫ്രീസറിൽ അരിഞ്ഞ് പറക്കി സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണോ ചീത്തയാവാണ്ടിരിക്കും കേട്ടോ. അപ്പം നേരത്തെ എപ്പോഴോ കിട്ടിയ അമ്മ അരിഞ്ഞ് പറക്കി ഇതുപോലെ ഫ്രീസറിൽ വെച്ചിരുന്ന ചക്കയാണ് ഇന്നിപ്പോൾ എടുത്തിട്ട് ചക്കയും മീൻകറിയൊക്കെ ഉണ്ട്. ഇനി അടുത്ത് ഏട്ടൻ കഴിച്ചിട്ട് 1:30 മണിയൊക്കെ ആയിട്ടോ വേദയും കൊണ്ട് ട്യൂഷന് പോവും. ട്യൂഷന് പോയിട്ട് ഏട്ടൻ തന്നെ വിളിച്ചുകൊണ്ട് വന്ന് അടുത്ത ട്യൂഷന് 4:30 മണിക്ക് വേദയ്ക്ക് അടുത്ത ട്യൂഷനുണ്ട്. അടുത്ത ട്യൂഷനും ആക്കിയിട്ട് ഏട്ടൻ പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അടുത്തടുത്തായതുകൊണ്ട് അവിടെ നിന്ന് ട്യൂഷന് വിളിച്ച് ഇപ്പുറത്താക്കി. എന്നിട്ട് ഞാൻ തിരിച്ച് വേദ വീട്ടിലേക്ക് നെട്ടയത്തേക്ക് വിളിച്ചുകൊണ്ട് വരാം. 6:30 മണിയാവും വേദ ട്യൂഷനെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ. ഞാനെന്തോ വായിക്കകത്ത് കുത്തി കയറ്റിയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ വേദൻ ട്യൂഷന് പോയി. കുറച്ച് സമയം നെറ്റ്ഫ്ലിക്സിൽ മൂവീസ് എല്ലാം കണ്ടു. കുറേ ഞാൻ പറഞ്ഞില്ലേ പെൻഡിങ് ഉണ്ടായിരുന്ന സിനിമകളെല്ലാം ഓരോന്നായിട്ട് കണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ചീമയും ഉണ്ടായിരുന്നു. ചീമ ഇന്ന് സച്ചിന് ലീവായിരുന്നു. അപ്പോൾ അവർ എവിടെ കറങ്ങാനൊക്കെ പോയിട്ട് ചീമ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് എന്ത് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ ഇപ്പോഴത്തെ പരിപാടി ഇതാണ്. ഇൻസ്റ്റാമാർട്ടിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യും, അവർ കൊണ്ടുതരാം, അതെടുത്ത് വയ്ക്കും. അങ്ങനെ ചിക്കനൊക്കെ മേടിച്ച് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഓർമ്മിച്ചത്, അയ്യോ ഇന്ന് എഴുന്നള്ളിപ്പുള്ളതല്ലേ എന്ന് കരുതിയിട്ട് ചിക്കനെല്ലാം പിന്നെ എടുത്ത് ഫ്രീസറിൽ വെച്ചോട്ടോ. പിന്നെ രാത്രി ഒന്നും ചിക്കൻ വച്ചില്ല. നാളെ വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തുവിടെയോ രാവിലെ എന്തെങ്കിലും വേദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം. വേദ കരുതിയിട്ടാണ് വാങ്ങിയ. കൊച്ചിനൊന്നും നോൺ വെജ് ഒന്നും
ഒന്നും കൊടുത്തില്ലല്ലോ, ചിക്കൻ നമുക്ക് ഇഷ്ടമല്ലേ, ചിക്കൻ വന്നിട്ട് ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. ഓർമ്മിച്ചില്ല എഴുന്നള്ളിപ്പിൻ്റെ കാര്യം. വാങ്ങിച്ച് കൊണ്ടുവന്ന് അമ്മ പൊട്ടിക്കാൻ നോക്കിയപ്പോഴാണ് അയ്യോ ഒന്ന് എഴുന്നള്ളിപ്പുള്ളതല്ലേ, പിന്നെ എങ്ങനെ ഇനി ചിക്കൻ വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനടുത്ത് തിരിച്ച് വെച്ച കേട്ടോ. ഇത് ടൊമാറ്റോ വാങ്ങിച്ചതാണ്, നല്ല ഫ്രഷ് ടൊമാറ്റോ കേട്ടോ. ഞാനിപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പം നമുക്ക് പോയി വാങ്ങാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്തിച്ച് തരും കേട്ടോ. ഞാനിത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, എനിക്കത് ഉപയോഗിച്ചപ്പോൾ നല്ലൊരിതായിട്ട്. ഇപ്പോൾ അച്ഛനൊന്നും ഇന്നിപ്പോൾ അച്ഛൻ രാവിലെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കാനായിട്ട് ഇരുന്നിട്ട് അച്ഛന് നടക്കാൻ വയ്യ, പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് മടിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ വയ്യാതെയൊക്കെ ഇരുന്ന് പോയി വാങ്ങാനോ എടുക്കാനോ ആരും ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാമാർട്ട് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. എന്നിട്ട് ഞാൻ വേദ ട്യൂഷന് വിളിക്കാൻ പോവുകയാണ്. പോകുമ്പോൾ നമ്മൾ എല്ലാ വർഷവും ഈ എഴുന്നള്ളിപ്പ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ദാഹജലവും ബിസ്ക്കറ്റോ കൊടുക്കാറുണ്ട്. എപ്പോഴും ടാങ്കാണ് വാങ്ങിക്കൊടുക്കുന്നത്. അപ്പം ഞാൻ കരുതി ടാങ്ക് ആരും കുടിക്കില്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യമാണ്. കലക്കി വെച്ചിരുന്നാൽ വളരെ കുറച്ച് പേര് കുടിച്ചിട്ട് ബാക്കി എടുത്ത് കളയും. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇപ്രാവശ്യം ഒന്ന് 7 ആക്കിക്കാന്ന് കരുതി 2 വലിയ ബോട്ടിൽ 7 പിന്നെ ബിസ്ക്കറ്റും വാങ്ങി. ബിസ്ക്കറ്റും എല്ലാ വർഷവും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയപ്പോൾ 7 ആകുമ്പോൾ എല്ലാവരും കുടിക്കുകയും ചെയ്യും, ഒരു ഇതുണ്ട്. എനിക്കും സത്യം പറഞ്ഞാൽ ടാങ്ക് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നാരങ്ങയൊക്കെ എടുത്ത് കൊടുക്കുക, പിഴിങ്ങി എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടാങ്ക് തന്നെ ആകുമ്പോൾ എളുപ്പത്തിന് കലക്കിയെടുക്കാമല്ലോ. പിന്നെ അതുപോലെ ടാങ്ക് കലക്കിയാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റില്ല. അവർ നടന്ന് വലങ്ങിയൊക്കെ വരുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൊടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ തണുപ്പിച്ച് എടുക്കാൻ ഫ്രിഡ്ജിൽ സ്ഥലവും ഉണ്ടാവില്ല. ബോട്ടിലാകുമ്പോൾ 2 ബോട്ടിൽ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ എന്ന് കരുതിയാണ് 7 വാങ്ങിയത് കേട്ടോ. എന്നിട്ട് 7 ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി സെൻട്രൽ ബസാറിൽ കയറി അതെല്ലാം വാങ്ങിയ ശേഷം അടുത്ത പടുക്കയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങുകയാണ്. അപ്പം അച്ഛൻ എൻ്റെ കൂടെ വന്ന് നെട്ടയത്ത് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ഞാൻ വട്ടിയൂർക്കാവിൽ വന്നിട്ടാണ് ഈ പൂക്കളും സാധനമൊക്കെ വാങ്ങിക്കുന്നത്. നെട്ടയത്തൊരു കുഞ്ഞ് പൂക്കട ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും വട്ടിയൂർക്കാവ് വരുന്നതുകൊണ്ട്, വേറെ ട്യൂഷൻ വിളിക്കാൻ വരുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പൂ വാങ്ങിക്കാം എന്ന് കരുതി പൂവും പടുക്കയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി. ദേവിക്കിടാൻ ഹാരം, പിന്നെ നമ്മളൊരു കുഞ്ഞു ദേവി ഉണ്ട് കേട്ടോ, ആ ദേവിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പടുക്കയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആ ദേവിക്കിടാനൊരു ഹാരം, പിന്നെ പടുക്ക, പിന്നെ പൂക്കൾ, അങ്ങനെയൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നേരെ വേദേ ചെന്ന് ട്യൂഷന് വിളിച്ചിട്ട് തിരിച്ച് നെട്ടയത്തേക്ക് വരികയാണ്. വരുമ്പോൾ ഡിസ്പോസൽ കപ്പ് വാങ്ങിച്ചില്ലല്ലോ, ആ ഡിസ്പോസൽ കപ്പ് കടയിൽ കയറി വാങ്ങിക്കുകയാണ്. അപ്പോൾ വലിയ കപ്പില്ല, കുഞ്ഞു കപ്പേ ഉള്ളൂ, മതിയോ എന്ന് ചോദിച്ചു. ഇനി വേറെ എവിടെ ചെന്ന് ഞാൻ കപ്പ് അന്വേഷിക്കുക, അതുകൊണ്ട് ഞാൻ പറയാം ഉള്ള കപ്പ് മതി ഇതാ ചേട്ടാന്ന് പറഞ്ഞിട്ട് അത് കപ്പും വാങ്ങിച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അച്ഛൻ ഇവിടെ സാധനങ്ങളെല്ലാം വാങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. വേദയ്ക്ക് ഭയങ്കര സന്തോഷം. കണ്ണൂസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അച്ഛൻ കയറിയപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വേദ ഇരിക്കുന്നത്. അതല്ലെങ്കിലും അച്ഛൻ എപ്പോൾ റോഡിൽ പോയിട്ട് വന്നാലും വേദയ്ക്ക് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. എന്നിട്ട് താഴെ വീട്ടിലേക്ക് നമ്മൾ പോയപ്പോഴത്തേ എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനി ഒരു റൗണ്ട് അടിച്ചിട്ടാണ് നമ്മുടെ അവിടേക്ക് വരുന്നത്. നമ്മളവിടെ വരുമ്പോൾ 10-11 മണിയാവും കേട്ടോ. ഇപ്പം എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആനയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ വർഷത്തെയും പോലെ ആനയും ഒട്ടകവും കുതിരയൊക്കെ ഉണ്ട്. പോലീസൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കയറ്റി വിടുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് പടുക്കയുടെ സാധനങ്ങളെല്ലാം അവിടെ വച്ചു. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ദോശയും ചമ്മന്തി അമ്മ ഉണ്ടാക്കി, അതെല്ലാം എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിച്ച ശേഷം അച്ഛൻ വിളക്കും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് തേച്ച് വെച്ച് ഒരു വാഴയിലേക്ക് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഓരോ ചായ കൂടി എല്ലാവരും കൂടി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചീമയ്ക്ക് ചായ കുടിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞ് ചീമയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം എല്ലാവരും പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അടുത്ത് പടുക്ക വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോവുകയാണ്. പാവം വേദയ്ക്ക് വീണ്ടും സ്ട്രെസ്സ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വന്നപാടെ തന്നെ കുറേ നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എഴുതിപ്പിച്ച ശേഷം വേദയും പോയി കുളിച്ച് ഞങ്ങളൊക്കെ പോയി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി പടുക്കയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കമാണ്. ദേവി, ഒരു കുഞ്ഞ് ദേവി നമ്മുടെ കയ്യിലുണ്ട്, ആ ദേവിയൊക്കെ വച്ച് ദേവിക്ക് ഹാരമെല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വച്ച് ഒരു ചെറിയൊരു പടുക്കയെല്ലാം വയ്ക്കുക കേട്ടോ. എല്ലാ വർഷവും നമ്മളത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഇനിയും വരുന്ന വർഷങ്ങളിൽ പറ്റുവാണെങ്കിൽ, ഒരു തടസ്സവും ഇല്ല എങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. വെള്ളവും ബിസ്ക്കറ്റും നമ്മൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. എനിക്ക് അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. കാരണം വളഞ്ഞ് തിരിഞ്ഞൊക്കെ വരുമ്പോൾ അവർ ദാഹിച്ചൊക്കെ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ എപ്പോഴും വാങ്ങിയാലും എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ടാങ്കിനോടൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. പിന്നെ അത്രയും ദാഹിച്ച് വരുന്നവരൊക്കെ ആണെങ്കിൽ
അവരത് കുടിക്കും. അല്ലാതെ ചിലരൊന്നും ടാങ്കൊന്നും കുടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം 7 അപ്പ് ആക്കാം, സ്പ്രൈറ്റ് ആക്കാം എന്നൊക്കെ കരുതിയത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി. 7 അപ്പൊക്കെ ആയതുകൊണ്ട് നേരത്തെ ഒഴിച്ചു വെച്ചില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ ഈ 7 അപ്പിൻ്റെ ബോട്ടിൽ സ്പ്രൈറ്റാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്, 7 അപ്പോ ഏതോ ബോട്ടിൽ വച്ചിട്ട് കയറുന്നില്ല. പിന്നെ അതിനടുത്ത് ഫ്രീസറിലാണ് വയ്ക്കേണ്ടായത്. ഇവർ വരുന്നതിന് കുറച്ച് നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചു. അപ്പോൾ അധികം തണുപ്പുമില്ല, നല്ല തണുക്കാതെ ഇരുന്നിട്ടില്ല. വെളിയിൽ വെച്ചിട്ട് ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ 7 അപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ ഗ്യാസ് പോകുമായിട്ട് അങ്ങനെ വെച്ചിട്ട് അവർ വരുമ്പോൾ ഒഴിച്ചെടുക്കാമെന്ന് കരുതി. പടുക്കയും കാര്യങ്ങളും എല്ലാം ഒരു 9-9:30 മണിയായിട്ടോ നമ്മൾ സെറ്റ് ചെയ്തത്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 11 മണിയൊക്കെ ആയി. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് പടുക്ക എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാവരും അകത്ത് കയറി TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും കൊട്ടും പാട്ടുമൊക്കെ അതിഗംഭീരമായിട്ട് അടുത്ത് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നു, മറ്റേ ബലൂൺ ചേട്ടന്മാരും ഒക്കെ പോകുന്നുണ്ട്. അപ്പം അവർക്കും വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് എത്താറായോ എന്ന് ചോദിച്ചു, പറഞ്ഞു ദേ ഇവിടെ എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷവും സാധാരണ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ നിറയുണ്ട് കേട്ടോ. അതെല്ലാം പോയിട്ടാണ് ആന വരുന്നത്, ആനപ്പുറത്ത് ദേവി വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആദ്യം ആനപ്പുറത്ത് ദേവിയെ കൊണ്ടുവന്നിട്ടാണ് ഫ്ലോട്ടും മറ്റു കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അതെനിക്കൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ആദ്യം നമ്മൾ ദേവിയെ കണ്ടിട്ട് മറ്റത് കാണുമ്പോൾ ഒരു ആസ്വദിച്ച് നിന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റത് ഇതെല്ലാം പോയിട്ട് ദേവിക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. പക്ഷേ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്, ഫ്ലോട്ടും മറ്റു കാര്യങ്ങളും പോയി പകുതിയിലായിരിക്കും ദേവി വരുന്നത്. ഇതെന്തായാലും ആദ്യം തന്നെ ദേവി വന്നു, അതുകൊണ്ടൊരു സന്തോഷവും സമാധാനവും നന്നായിട്ട് നമുക്ക് ഫ്ലോട്ടും മറ്റു കാര്യങ്ങളും കാണാനും പറ്റി. നല്ലതായിരുന്നു കേട്ടോ. എല്ലാ വർഷത്തെയും പോലെ അത് ഗംഭീരമായിട്ട് ഭൂമാദേവി ക്ഷേത്രം അവർ ട്രസ്റ്റാണെന്ന് തോന്നുന്നു, അവർ നല്ല രീതിയിൽ ഇപ്രാവശ്യത്തെയും എഴുന്നള്ളിപ്പ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നമുക്കും അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഇങ്ങനെ പടുക്കയൊക്കെ വെച്ച് ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. നിറപറയം എന്തൊക്കെയുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും ചെയ്തില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ നിറപറയൊന്നും നമ്മൾ ചെയ്യേണ്ട, നെല്ല് അവർ തന്നെ കൊണ്ടുവന്ന് റെസിപ്റ്റ് എഴുതി അവർ തന്നെ നിറപറയൊക്കെ പറയൊക്കെ കൊണ്ടുവന്ന് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തില്ല. ജസ്റ്റ് പടുക്ക വയ്ക്കുന്നു, ദാഹജലം കൊടുക്കുന്നു, ബിസ്ക്കറ്റ് കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൾ ഇൻ ഓൾ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. അമ്മയും അച്ഛനും പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ആ വയ്യായിക ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നിനും വയ്യ. അമ്മ രാവിലെ പറഞ്ഞു, നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പടുക്ക വയ്ക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ വയ്യ, എനിക്ക് പറ്റൂല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വയ്ക്കൂ, അല്ലാതെ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിൽക്കൂ, പടുക്ക വയ്ക്കൂ, അല്ലാതെ എനിക്ക് ഒന്നിനും വയ്യ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യാൻ കരുതി. ഇനി നമ്മളായിട്ട് അതിനൊരു കുറവ് വേണ്ട. എല്ലാ വർഷവും ഞാൻ തന്നെയാട്ടോ വയ്ക്കുന്നത്. സാധനങ്ങളൊക്കെ അച്ഛൻ വാങ്ങിച്ചു തരും, പക്ഷേ ഇതെല്ലാം ഒരുക്കി റെഡിയാക്കി സെറ്റാക്കുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തുക. നമ്മുടെ അവിടെ മുന്നേ ഒക്കെ ആനപ്പുറത്തൊക്കെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നേ നമ്മുടെ തിരുമല വീട്ടിൽ. പക്ഷേ അത് റോഡിൽ നിന്ന് കുറച്ചിങ്ങനെ ഉള്ളിലോട്ടായതുകൊണ്ട് ഇപ്പോൾ ആന വരില്ല കേട്ടോ. മെയിൻ റോഡിൽ കൂടെ അങ്ങ് പോകും, മുകളിലേക്ക് കയറി വരത്തില്ല. അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാണ്ട് ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആനപ്പുറത്ത് ദേവി നമ്മളവിടെ 2 അമ്പലങ്ങളിൽ നിന്നും വരാറുണ്ട്. ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ വരാറുണ്ട്, അത് ആനപ്പുറത്തല്ല, അല്ലാതെയാണ് വരുന്നത്. പിന്നെ ഒന്ന് തൊട്ടടുത്തുള്ള വേറൊരു ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും നമ്മളവിടെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 ടീമുകാരും ഇപ്പോൾ വരക്കോ ഇല്ല. അന്നൊക്കെ വീടുകൾ പോലും കുറവായിരുന്നു, എന്നിട്ടും വരുമായിരുന്നു. ഇപ്പോൾ വീടുകൾ നിറയെ ആയിട്ട് പോലും നമ്മളവിടെ വരുന്നില്ല. അവിടെയൊക്കെ പക്ഷേ നമ്മുടെ അവിടെയൊക്കെ വരുന്നത് പകൽ സമയമാട്ടോ, ഉച്ച സമയത്തൊക്കെയാണ് വരുന്നത്. പക്ഷേ രാത്രി ഈ ലൈറ്റും വെട്ടവും ബഹളമായിട്ട് പാട്ടും കേട്ടൊക്കെ വരുന്നത് അത് വേറൊരു ഭംഗി തന്നെ കേട്ടോ. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും അവർ വരുന്നുണ്ട്. എല്ലാവർക്കും വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. ഇപ്രാവശ്യം 7 അപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ചിലവുണ്ടായിരുന്നു. പലർക്കും തികഞ്ഞില്ല, അതെനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിട്ട് തോന്നി. വാങ്ങിച്ചിട്ട് തികഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഞാൻ 2 ബോട്ടിൽ വാങ്ങിയപ്പോൾ അത്രയ്ക്ക് പേരെ ഉണ്ടാവുള്ളൂ എന്ന് കരുതി. പക്ഷെ നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു. 100 കപ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിലും കൂടുതൽ പേരുണ്ടായിരുന്നു. 10-200 പേരെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും കേട്ടോ. അപ്പോൾ 100 പേർക്കുള്ളത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത പ്രാവശ്യം ആ പ്രതി ഞാൻ പരിഹരിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കഴിഞ്ഞതിന് ഞാൻ പറഞ്ഞില്ല, ടാങ്കൊക്കെ വാങ്ങിയിട്ട് ആരും കുടിച്ചില്ല. അപ്പം ഞാനും കരുതി 2 ബോട്ടിലുള്ളതേ ഉണ്ടാവത്തുള്ളൂ, കുടിക്കത്തുള്ളൂ എന്ന് കരുതി. പക്ഷേ 7 അപ്പ് ആയതുകൊണ്ടാകും എല്ലാവരും കുടിച്ചു. ബിസ്ക്കറ്റിൽ ബാക്കി വന്നായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ബിസ്ക്കറ്റും കൊടുത്തില്ല. ലാസ്റ്റ് വന്നവർക്കൊന്നും വെള്ളം കിട്ടിയില്ല. അതെന്നെ വളരെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ ദേവി നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്.
ആനപ്പുറത്ത് ദേവി വന്നു, പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ ആനക്കുട്ടന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം അവർ കൊണ്ടുപോകട്ടെ. എല്ലാ വർഷവും നമ്മൾ പറയും, എടുത്തോളം പറഞ്ഞില്ലെങ്കിൽ അവരെടുക്കും. സാധാരണ പഴമൊക്കെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആനയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ആന പഴം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഫ്രൂട്ട്സ്, നല്ല ഫ്രൂട്ട്സ് നോക്കി എടുത്തിട്ട് പോകും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ആനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആനയ്ക്ക് കൊടുക്കുമെന്ന് അറിയത്തില്ല. അതിലിരുന്ന നല്ല ഫ്രൂട്ട്സ് എല്ലാം ആനയ്ക്ക് തേങ്ങ ഉൾപ്പെടെ കൊണ്ടുപോയേ. അത് കഴിഞ്ഞ് പുറകെ മറ്റുള്ള ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്ലോട്ടുകൾ അവസാനവും ആദ്യം വേറെ കുറച്ച് ഒട്ടകവും കാര്യങ്ങളൊക്കെ പോയിട്ടാണ് ആന വരുന്നത്. ഒട്ടകം വന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒട്ടകം ആയിരുന്നു എന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണിതനായിരുന്നു. അച്ഛൻ ഒട്ടകത്തിന് പഴമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഒട്ടകത്തിനൊക്കെ പഴം, ബാക്കി ഇരുന്ന ഫ്രൂട്ട്സ് വന്ന് മറ്റുള്ള മൃഗങ്ങൾക്കും കൊടുത്തായിരുന്നു. അച്ഛൻ ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ്. നമുക്കും കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. പാവം എത്ര സമയം, നമ്മൾ 6:30 മണിക്ക് വേദ ട്യൂഷന് വിളിച്ചിട്ട് വന്നപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 10 മണിയായി. ഇനിയും ഉണ്ട് കുറച്ച് ദൂരം നടന്ന് പോകാനായിട്ട്. എന്തായാലും ഒരു 11:30-12 മണി ആവും അവർ അമ്പലം എത്തുമ്പോൾ. അത്രയും ദൂരം പാവങ്ങൾ ഇതെല്ലാം മനുഷ്യരായാലും മൃഗങ്ങളായാലും നടന്ന് പറക്കി പോകുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യം തന്നെ അല്ലേ. അങ്ങനെ ശിവനുണ്ട്, പാർവതിയുണ്ട്, കൃഷ്ണനുണ്ട്, രാധയുണ്ട്, എല്ലാ സെറ്റപ്പുകളോടും കൂടി അതിഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലോട്ടും ഉത്സവം രീതികളും നമുക്ക് കാണാൻ പറ്റി. എന്തായാലും ഭൂമാദേവി ക്ഷേത്ര ഭാരവാഹികൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഈ ഒരു കാഴ്ചകളെല്ലാം നമ്മുടെ കണ്ണിനെ കാണിപ്പിച്ച് കണ്ണിനൊരു കുളിർമ നൽകി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും വരുന്ന വർഷങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ വർഷങ്ങളിലും ഒരു മുടക്കവും ഇല്ലാണ്ട് മാക്സിമം നമ്മളും ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റട്ടെ, നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ പോലെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട് കേട്ടോ. എല്ലാവരും കുടിച്ചിട്ട് ഗ്ലാസ്സുകളൊക്കെ വാരി വലിച്ചിട്ടിട്ട് പോയിട്ടോ. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ബക്കറ്റ് വെച്ചാലും കാര്യമില്ല, അവർ കുടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വാരി ഇറങ്ങിയിട്ട് പോകും കേട്ടോ. ഇനി നാളെ തന്നെ തൂത്തുപിറക്കി തീയിടലാണ് അമ്മയുടെ അടുത്ത ജോലി. അമ്മ ഇപ്പോൾ ഒന്നും ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് സൈനസൈറ്റീസ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഡൽഹിയിൽ പോയി ഇവിടുത്തെ ചൂടും പൊടിയും കാരണം അമ്മ കുറച്ചൊന്ന് ടയേർഡായിരുന്നു. ഇന്നലെ ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പോൾ അമ്മ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഓക്കെ ആയി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ട്. അതേ കണ്ടോ, ശിവനും പാർവതിയൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ നടയിലെത്തിയപ്പോഴേക്കും അപ്പുറത്തെവിടെയെങ്കിലും പറയെടുക്കുക എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റക്കായി. അപ്പോൾ അവർക്കെല്ലാം ഇരിക്കാൻ അപ്പോൾ തന്നെ ചെയറിട്ട് കൊടുക്കുകയാണ്. അവർ കുറച്ച് സമയം അവിടെ ഇരുന്നു. പാവമല്ലേ, എത്ര സമയമായിട്ട് ഈ വേഷമൊക്കെ കെട്ടി തലയിലൊക്കെ വെച്ച്. നമുക്ക് തന്നെ ഒന്ന്, എൻ്റെ കാര്യം ഞാൻ പറയട്ടോ, ഒന്ന് മേക്കപ്പ് ചെയ്താൽ എനിക്കത് റിമൂവ് ചെയ്യുന്നത് വരെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ കേട്ടോ. ഇത്രയും ഹെവി ആയിട്ട് അവർ മേക്കപ്പ് എല്ലാം ചെയ്ത് ഇങ്ങനെ ഇത്രയും ദൂരം ഈ ചൂടത്തൊക്കെ നടന്നു വരുമ്പോൾ എല്ലാവരുടെ കാര്യവും പറഞ്ഞു കേട്ടോ. വെറുതെ പോകുന്നവരായാലും സമ്മതിക്കണം കേട്ടോ. ചിലർ നേർച്ചയായിട്ട് പോവാറുണ്ട്, പലരും പല രീതിയിൽ പോവാറുണ്ട്. നല്ല സുന്ദരൻ കുതിര അല്ലേ, കൃഷ്ണനും പാർത്ഥസാരഥി അല്ലേ, കൃഷ്ണനും അർജുനനും പോകുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ വിജയദശമി ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആദ്യാക്ഷരം കുറിച്ച് എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും, ആദ്യാക്ഷരം മാത്രമല്ല പുതിയ മേഖലയിൽ ചുവട് വെച്ച എല്ലാവർക്കും എൻ്റെ വക ഒരു ആശംസകൾ. എല്ലാവരും പഠിച്ച് വലിയ രീതിയിൽ വലിയ നിലയിലെത്തട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊരു വിജയദശമി ദിവസമാണ് വേദയെ എഴുത്തിനിരുത്തി. അവളിപ്പോൾ ഇതേ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്. അത്യാവശ്യം അവൾ പഠിക്കുന്നുണ്ട്. മാത്സിന് മാത്രം ചെറിയ ബുദ്ധിമുട്ട് അവൾക്കുള്ളൂ. അതുപോലെ ഡാൻസ് ക്ലാസ്സും ഇതുപോലൊരു വിജയദശമി ദിവസമാണ് ഞാൻ വിനേന്ദ്രൻ സാറിൻ്റെ അവിടെ വേദയെ കൊണ്ടുവന്ന് ചേർക്കുന്നതും 2 ചുവട് വയ്പ്പിക്കുന്നതും. ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല വേദയ്ക്ക്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഒരു 1-2 വർഷമായിട്ടാണ് ഇപ്പോൾ വേദ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ് ആ ഡാൻസിനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് ആ ഇഷ്ടം വരുത്തിക്കുക. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെല്ലാ മേഖലകളിലും എത്തിച്ച് പഠിപ്പിക്കുക. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇനി അടുത്ത വർഷം നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ ഭൂമാദേവി ക്ഷേത്രം ഒരുക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഹാരം ദേവിയുടെ നിന്ന് നമുക്ക് കിട്ടി. നമ്മളൊരു ഹാരം വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് നമുക്ക് വേറൊരു ഹാരം തരും കേട്ടോ. ഇതുപോലെ വേറെ ഏതെങ്കിലും വീട്ടിൽ വെച്ചിരിക്കുന്ന ഹാരമായിരിക്കും നമുക്ക് തരുന്നത്. നമ്മുടെ ഹാരം വേറെ ഏതെങ്കിലും വീട്ടിൽ അവർ വേറൊരു ഹാരം എടുത്തിട്ട് നമ്മുടെ ഹാരം വേറെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ ആ ഒരു പതിവാട്ടോ. നമുക്ക് നല്ലൊരു എന്താണ് പൂവിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വെള്ള കളറിലിരിക്കുന്ന പൂവും വാടാമല്ലിയും കൂടെ മിക്സ് ആയിട്ടുള്ള വാടാമുല്ലയല്ലേ, മല്ലിയല്ല, വാടാമല്ലി. അയ്യോ, അതെന്തോ വേദ വാടാമല്ലി എന്നാണ് പറയുന്നത്. അത് കേട്ട് ഞാനും വാടാമല്ലി ആയിപ്പോയി, സോറി കേട്ടോ. വാടാമുല്ല
വാടാമുല്ലയും വെള്ള കളറിലുള്ള പൂവുണ്ടല്ലോ, അതും കൂടെ മിക്സ് ആയിട്ടുള്ള പൂവാണ് നമുക്ക് കിട്ടിയത്. ആനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാകാം പോലീസ് അകമ്പടിയോട് കൂടിയാണ് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലോ അവരുടെ ഒരു കണ്ണ് എപ്പോഴും ഉള്ളത് നല്ലതാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാട്ടോ പൂവ്. ഈ പൂവിന്, വെള്ളപ്പൂവിന് എന്താ പറയണത്, ലില്ലി അല്ലേ അത്? എന്തോ എനിക്കെൻ്റെ പേരറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി. അവസാനം പോലീസ് വണ്ടിയും പോയതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാഴ്ച കഴിയാണ്. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ദേവിക്ക് പടുക്ക വെച്ചിരുന്ന ഫ്രൂട്ട്സൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അതിലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു. ചന്ദനവും പ്രസാദവും ഒക്കെ കുറി എല്ലാം അടിച്ച ശേഷം കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. 10:11 മണിയായപ്പോഴേക്കും കയറി പോവുകയാണ്. വേദയ്ക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വേദയും വിളിച്ച് പപ്പിക്കും ടാറ്റ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് നമ്മൾ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് ഉടനെ കാണാം. ടാറ്റാ.